ശ്രീ അനിൽകുമാർ, ആ, മാത്യു കൊൾനാടിനെ ശല്യക്കാരനായ വ്യവഹാരി എന്നാണ് CPM എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇന്നത്തെ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇങ്ങനെയൊരു കേസില്ല എന്ന രൂപത്തിലേക്കുള്ള അനുമാനത്തിലേക്ക് ജനം എത്തുന്നുണ്ട് എന്ന് കരുതുന്നുണ്ടോ CPM? ഇന്ത്യ രാജ്യത്ത് കോടിക്കണക്കിന് രൂപ ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയിലൂടെ സ്വന്തമാക്കിയ പാർട്ടികളാണ് കോൺഗ്രസും BJPയും. അതിൽ BJP ആകട്ടെ നമ്മുടെ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിലെ നിയമങ്ങൾ തന്നെ ഭേദഗതി ചെയ്തിട്ടാണ് കോടിക്കണക്കിന് രൂപ കൊള്ള ചെയ്യാൻ സംവിധാനം ഉണ്ടാക്കിയത്. എന്നിട്ട് അവർ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും EDയും CBIയും ഒക്കെ തന്നെ വിവിധ കമ്പനികൾ റെയ്ഡ് ചെയ്ത് കോടിക്കണക്കിന് രൂപ BJPയിലേക്കും കോൺഗ്രസിലേക്കും വഴിതിരിച്ചു കൊണ്ടുപോയ കഥയൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഇങ്ങനെ മുഖം നഷ്ടപ്പെട്ട ആളുകൾ ഇടതുപക്ഷത്തെ അഴിമതിയുടെ പങ്കുകാരാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് സ്വാഭാവികമാണ്. ഞങ്ങളും അഴിമതി നടത്തുന്നുണ്ട് എന്ന് വരുത്താൻ അവർക്ക് വല്ലാത്ത തത്രപ്പാടുണ്ട്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ആർക്കെങ്കിലും പൊട്ടും പൊടിയുമുള്ള ഏതെങ്കിലും കാര്യം ചേർത്ത് ആരോപണം ഉന്നയിക്കാൻ കഴിഞ്ഞാൽ മാധ്യമങ്ങളത് വല്ലാത്ത ഒച്ചയുണ്ടാക്കും. യഥാർത്ഥത്തിൽ ഈ ഒരു വിധി തെരഞ്ഞെടുപ്പിന് മുന്നേ വന്നിരുന്നെങ്കിലോ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ വന്നിരുന്നെങ്കിലോ, പുതുപ്പള്ളി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് മുന്നാണ് മാസപ്പടി എന്ന് നമ്മൾ കേൾക്കാൻ തുടങ്ങിയത്. അപ്പോൾ വളരെ പെട്ടെന്ന് ഒരു സ്റ്റാമ്പ് അടിച്ച പോലെ CPMൻ്റെ തലയിൽ, മുഖ്യമന്ത്രിയുടെ തലയിൽ, മുഖ്യമന്ത്രിയും മകളും ഇങ്ങനെ മാസപ്പടി പറ്റിക്കൊണ്ടിരിക്കുന്നവരാണ് എന്നൊരു ആഖ്യാനം ഉണ്ടാക്കാനാണ് BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റുകാർ പരിശ്രമിച്ചത്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനോടൊക്കെ കോൺഗ്രസ്സുകാർക്ക് വലിയ ബഹുമാനമായതുകൊണ്ടാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റുകാർ കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ നിന്ന് 251 കോടി രൂപ മൂട്ടിച്ചുകൊണ്ട് പോയത്. പഴയ ഏതാണ്ട് സീതാറാം കേസരിയുടെ കാലത്തെ അത്രയും മാന്യന്മാരാണ് അവർ. ആ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കടലാസും വാറോലയും ചുമന്നുകൊണ്ട് നടന്ന് കുഴൽനാടനെ പോലുള്ള ആളുകൾ കേരളത്തിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ കള്ളപ്പരിപാടികളും തുറന്നു കാട്ടപ്പെടുകയും മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്തു. ഇവിടെ സ്മൃതി ആദ്യവാചകം ഞാൻ ശ്രദ്ധിച്ചു. മാസപ്പടി കേസിൽ അന്വേഷണമില്ല എന്നാണ് പറയുന്നത് കേട്ടത്. അങ്ങനെയാണോ വാർത്ത? പറയുന്നത് കേട്ടത് മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് എന്നല്ലേ ആ ജഡ്ജ്മെന്റ് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നു. പറയുന്നത് കേട്ടതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. കോടതി ഉത്തരവല്ലേ വായിച്ചത്? പറഞ്ഞത് ഞാൻ പറയുന്നത് കേട്ടു. ഞാൻ കേട്ടത് കോടതി ഉത്തരവ് അങ്ങനെയല്ല. മാസപ്പടി കേസിൽ അന്വേഷണമില്ല എന്നല്ല കോടതി ഉത്തരവ്. മാസപ്പടി കേസിൽ അന്വേഷണമില്ലെന്നായിരുന്നു സ്മൃതി പറഞ്ഞത്. ഒരു അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഹർജി. അപ്പോൾ അന്വേഷണത്തിനുള്ള തെളിവില്ല എന്ന് കോടതി പറയുന്നു. മാത്യു കൊൾനാടൻ കൊണ്ടുവന്ന തെളിവുകളൊന്നും തെളിവുകളല്ല, മുഖ്യമന്ത്രിക്കെതിരെ തെളിവില്ല എന്ന് പറയുന്നു. അതാണ് തലക്കെട്ടപ്പ്. എന്താ വേണ്ടത്? നിങ്ങളുടെ തലക്കെട്ട് തലക്കെട്ട് കൂടി പറഞ്ഞോളൂ. ശ്രീ അനിൽകുമാർ, താങ്കൾ ഇതിൽ അഭിപ്രായം പറയൂ. ഇങ്ങനെ വാർത്തയിലെ വാചകങ്ങളെ ഇങ്ങനെ കീറി മുറിച്ചിട്ടൊന്നും കാര്യമില്ല. താങ്കൾക്ക് ഇതിൽ ഈ CPMന്റെ ഇക്കാര്യത്തിൽ നിലപാട് പറയും. അത് തന്നെ ആദ്യം നിലപാട് പറയുകയാണ്. നിങ്ങൾ പറഞ്ഞ തലക്കെട്ടല്ല ഞങ്ങളുടെ നിലപാട്. അന്വേഷണം ഇല്ല എന്നൊരു സൗജന്യം CPMന് ആവശ്യമില്ല. അത് ഈ കോടതിയല്ല, സുപ്രീം കോടതി വരെ പോയാലും ശരി, ഒരു സൗജന്യം ഞങ്ങൾക്ക് വേണ്ട, ഒരു കോടതിയുടെ സൗജന്യം വേണ്ട. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇനി ഇതിൻ്റെ മുകളിൽ ED ഉണ്ടല്ലോ, അവരുടെ സൗജന്യം ആവശ്യമില്ല. ഇനി ഞങ്ങൾ SFIയോട് പറഞ്ഞു, അവരുടെ സൗജന്യം ആവശ്യമില്ല. നരേന്ദ്രമോദിയുടെ സൗജന്യം ആവശ്യമില്ല. അതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. ഞങ്ങൾ പറയുന്നത് ഈ വിധി മാത്രമല്ല, മൂന്നാമത്തെ വിധിയാണ്, നാലാമത്തെ വിധി ഇത്. ആദ്യം മൂവാറ്റുപുഴ കോടതി ഇത്തരമൊരു ഹർജി വന്നപ്പോൾ ഒരു വിധി പറഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ രണ്ടാമത് കോട്ടയത്തെ വിജിലൻസ് കോടതിയിൽ ഇതുപോലൊരു കേസ് വന്നത് തള്ളിയിട്ടുണ്ട്. അത് ഈ വിധി പറയുന്നുണ്ട്. മൂന്നാമത് ഈ കുഴൽനാടൻ തന്നെ ഒരു വക്കീലായിട്ട് വേറൊരാളെ കൊണ്ട് കേസ് കൊടുപ്പിച്ചു. ആ കുഴൽനാടൻ ഹൈക്കോടതി കൊടുത്ത കേസിനകത്തെ ഫാക്റ്റ് വെച്ചിട്ടാണ് ഈ കേസ് ഫ്രെയിം ചെയ്തത്. കുഴൽനാടൻ കാണിച്ച പ്രൊഫഷണൽ സത്യസന്ധതയില്ലായ്മ എന്താണ്? വേറൊരാൾ വാദിയായിട്ട് ഹൈക്കോടതി കൊടുത്ത കേസിലെ കാര്യങ്ങളെല്ലാം കൂടെ എടുത്തിട്ട് ഇവിടെ വിജിലൻസ് വേറൊരു കേസ് സ്വയം വക്കീലായിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് കുഴൽനാടൻ പറഞ്ഞു, ഞാൻ ഹൈക്കോടതിയിൽ അവിടെ കേസ് നടത്തിയപ്പോഴത്തേക്കും എല്ലാ ഫാക്റ്റും പറയാതെ ആ കോടതിക്കകത്ത് വസ്തുതകൾ മൂടി വെക്കപ്പെട്ടത് കൊണ്ടാണ് ഹൈക്കോടതി വിധി വന്നത് കേട്ടോ. അപ്പോൾ ഈ കോടതി വിധിയിലൊരു വാചകം പറയാം. അവിടുത്തെ പരാതിക്കാരൻ്റെ വക്കീലാണ് ഈ കുഴൽനാടൻ, ഇവിടുത്തെ പരാതിക്കാരൻ. അപ്പോൾ എന്താണ് അവിടെ ഹൈക്കോടതി ഇത് മൂടി വെച്ചു എന്ന് ഇവിടെ വന്ന് ആരോപിച്ച വല്ല വസ്തുതയുണ്ടോ? അപ്പോൾ ഒന്നാമതായി പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് മുഖ്യമന്ത്രിക്കെതിരായി കെട്ടിപ്പൊക്കിയ വ്യാജങ്ങളുടെ ശവകടക്കായിരുന്നു എന്ന്. രണ്ട്, ഇക്കാര്യത്തിൽ കൃത്യതയോടെ പറയാൻ ആഗ്രഹിക്കുന്നത് ക്ലീൻ ചിറ്റാണ്.
മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടൊരു ചോദ്യം ഇതിനകത്ത് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. അതായത് പ്രതിഫലം കൈപ്പറ്റി എന്തെങ്കിലും ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇതാണ് ചോദ്യം. പ്രതിഫലം കൈപ്പറ്റിയത് UDF-കാരാണെന്നാണ് ഇപ്പോൾ ഈ വസ്തുതകൾ പുറത്തു വരുമ്പോൾ കാണുന്നത്. ഞാൻ പറയാം മൂന്ന് ഉദാഹരണങ്ങൾ. CMRL കമ്പനിക്ക് ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുത്ത ആരാണ് ചോദ്യം. ഒന്ന്, കരുണാകരൻ്റെ കാലത്താണ് CMRL കമ്പനിക്ക് KSIDC അവിടെ ഓഹരി എടുക്കുന്നതെന്നുള്ള ഒരു കാര്യം. ആ ഓഹരി തുക വർദ്ധിപ്പിച്ചു കൊടുത്തത് ഉമ്മൻചാണ്ടിയാണെന്ന് മറ്റൊരു കാര്യം. ഇവിടെ ബഹുമാനപ്പെട്ട M. ലിജു പറയുമ്പോൾ ഏതോ ഒരു ലീസിനെ കുറിച്ച് പറഞ്ഞു. ആ ലീസ് ആകാശത്തുനിന്ന് മഞ്ഞ വീണ പോലെ വന്നതല്ലെന്നേ. നിങ്ങളുടെ പരമോന്നത നേതാവ് AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കരിമണൽ കമ്പനിയുടെ സ്വകാര്യ മേഖലയിൽ ഖനനം നടത്താൻ നിങ്ങൾ അനുവദിച്ചു കൊടുത്ത കടലാസിൻ്റെ പേരാണ് ലീസ്. ആ ലീസ് AK ആന്റണിയുടെ കാലത്ത് കൊടുത്ത കാര്യം ശരിവെച്ചുകൊണ്ട് 2016 സുപ്രീം കോടതിയുടെ അന്തിമ ഉത്തരവ് വന്നെന്നേ, ഏപ്രിൽ 8-ന്. അങ്ങനെ 2016 ഏപ്രിൽ 8 വന്ന മുതൽ അന്ന് മുതൽ അവർ ഈ ഖനനം നടത്തിയാൽ ഈ ഗവൺമെൻറ്റിന് തടയാനാകുമായിരുന്നില്ല. കാരണം സുപ്രീം കോടതി അനുവദിച്ച കാര്യമാണ്. പക്ഷെ സുപ്രീം കോടതി അനുവദിച്ചിട്ടും ഖനനം നടന്നില്ല കേരളത്തിൽ. അതിന് പിണറായി വിജയനെ അഭിനന്ദിക്കണം. AK ആന്റണി തീരുമാനിച്ചിട്ട് സുപ്രീം കോടതി പോയി നിയമയുദ്ധം നടത്തി കർത്താവ് ജയിച്ചു വന്നിട്ടും ഈ പിണറായി വിജയൻ കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന കേരളത്തിൽ ഖനനം കർത്താവിന് നടത്താനായില്ല, അവരുടെ സ്ഥലത്ത് നടത്താനായില്ല എന്നതിന് മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കേണ്ടതിന് പകരം വേട്ടയാടുകയാണ്. ആരാ വേട്ടയാടിയത്? അവിടുന്ന് കള്ളപ്പണം ചുമന്നുകൊണ്ടുപോയ ഉമ്മൻചാണ്ടിയുടെ പാർട്ടി, കള്ളപ്പണം ചുമന്നുകൊണ്ടുപോയ ചെന്നിത്തലയുടെ പാർട്ടി, കള്ളപ്പണം ചുമന്നുകൊണ്ടുപോയ കുഞ്ഞാലിക്കുട്ടിയുടെയും ഇബ്രാഹിം കുഞ്ഞിൻ്റെയും UDF, ആ കൂടെ നിൽക്കുന്ന കുഴൽനാടൻ MLA, അവരെല്ലാം കോടിക്കണക്കിന് രൂപ അവിടുന്ന് ചുമന്നുകൊണ്ട് പോയിട്ട് ഒരു ചെറിയ സഹായം പോലും ഈ ഗവൺമെൻറ് ചെയ്തു കൊടുത്തില്ല എന്നാണ് വിധിയിൽ പറയുന്നത്. ബഹുമാനപ്പെട്ട ലിജു പറയുന്ന പച്ചക്കള്ളം എന്താണ്? ഇനി സർക്കാരിന് അനുമതി ഇല്ലാത്ത കൊണ്ടാണ് കേസുകൾ ഇത് അല്ല. ഈ കോടതി വിധിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്താണ്? അങ്ങനെ സർക്കാരിൻ്റെ അനുവാദം ഇല്ലാതെ തന്നെ കോടതിക്ക് നേരിട്ട് കേസെടുക്കാം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മാത്യു കുഴൽനാടൻ MLA തെളിവ് കൊടുത്തിരുന്നെങ്കിൽ ഒരു തർക്കവും ഇല്ല, കേസെടുത്തേനെ. കോടതി തന്നെ നേരിട്ട് അന്വേഷിച്ചേനെ, കുഴൽനാടൻ്റെ ആവശ്യം അംഗീകരിച്ചേനെ. പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? എന്തു സഹായം ചെയ്തു? ഇതാണ് പിണറായി വിജയനോട് ഞങ്ങൾ ആദ്യം തൊട്ടേ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഇവിടെ എത്രയോ കമ്പനികളുണ്ട്, എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കൾ കമ്പനികളിൽ പ്രവർത്തിക്കുന്നു, കമ്പനികൾ നടത്തുന്നു, എത്രയോ പേർ കരാറുകൾ ഉണ്ടാക്കുന്നു, അവരുടെ ട്രാൻസാക്ഷൻസ് നടത്തുന്നു. ഓരോ ട്രാൻസാക്ഷനും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് പരിശോധിക്കാൻ പറ്റുമോ? അപ്പോൾ ചോദ്യം എന്താണ്? നിങ്ങളൊരു ഗവൺമെൻറ്റിനെ നയിക്കുന്നുണ്ടെങ്കിൽ ആ ഗവൺമെൻറ് നിയമവിരുദ്ധമായി എന്തെങ്കിലും ആ കമ്പനിക്ക് സഹായം ചെയ്തോ? ഇവിടെ CMRL കമ്പനിക്ക് സഹായം ചെയ്തത് UDF ആണെന്നുള്ളത് ഈ കരാറോട് ഈ കോടതി വിധിയിലൂടെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പോയിന്റ്, കോടതി ചോദിച്ചിരിക്കുന്നത് CMRL നിരവധി പേർക്ക് സഹായം ചെയ്തതായി കാണുന്നു. നമ്മൾ ആ ചുരുക്കപ്പേരുകൾ കാണുന്നുണ്ടല്ലോ, അതിൽ പിണറായി വിജയന്റെ പേരും ചുരുക്കപ്പേരായി കാണുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ മാത്രം ഹർജി? ഇത് രാഷ്ട്രീയ പ്രേരിതമോ എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ CPM കാണുന്നത് എല്ലാവരും വാങ്ങിയതിൽ എല്ലാവരുടെയും പേരുണ്ട്, സീമിന് എതിരെ മാത്രം നീങ്ങുന്നു എന്ന നിലയ്ക്കാണോ കാണുന്നത്? അതോ ബാക്കിയുള്ളവരാണ് വാങ്ങിയത്, ഞങ്ങൾ വാങ്ങിയിട്ടില്ല എന്ന വാദമാണോ മുന്നോട്ട് വയ്ക്കുന്നത്? അത് നേരത്തെ തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയതല്ലേ. PV എന്ന ആരെങ്കിലും നിർമ്മല സീതാരാമൻ്റെ ബാല്യക്കാർ എഴുതി വെച്ചാൽ ഞങ്ങളെ ബാധിക്കുന്നതല്ല. ഞങ്ങളത് വ്യക്തമാക്കി എഴുതുന്ന കാര്യമാണ്. ഞങ്ങളുടെ ഉത്തരവാദിത്തമില്ല. പിന്നെ അത് വാങ്ങിച്ചുകൊണ്ട് പോയവരും അത് കിട്ടിയെന്ന് പറഞ്ഞവരൊക്കെ അവരുത്തരം പറഞ്ഞോട്ടെ. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, യഥാർത്ഥ ചോദ്യം എന്താണ്? അവിടെ തോട്ടപ്പള്ളിയിൽ നിന്ന് മണൽ അവിടുത്തെ മണൽ ശേഖരിക്കുന്നത്, തോട്ടപ്പള്ളിയിൽ നിന്ന് മണൽ ശേഖരിക്കുന്ന ആരാ? ബഹുമാനപ്പെട്ട സ്മൃതി ഒന്ന് കേട്ടെ. ആ കോടതിയിൽ വിധിയിലൊരു വാചകമുണ്ടല്ലോ, 2018 പ്രളയം മനുഷ്യനിർമ്മിതമായ പ്രളയമാണ്, അത് ഈ കരിമണൽ കമ്പനിക്ക് വേണ്ടി കേരള സർക്കാർ സൃഷ്ടിച്ചതാണെന്ന് കുഴൽനാടൻ്റെ ഹർജിയിലൊരു വാചകം കോടതി എടുത്തു പറയുന്നുണ്ട്. നമ്മൾ ഈ ലോകത്താണോ ജീവിക്കുന്നത്? പൊട്ടിച്ചിരിക്കണോ? കുഴൽനാടൻ പറയുകയാണ് 2018 പ്രളയം എന്ന് പറയുന്നത് ഈ കേരളത്തിൽ ഈ കമ്പനിയെ സഹായിക്കാൻ വേണ്ടി ഇടതുപക്ഷം ഉണ്ടാക്കിയ പ്രളയമാണ്. ശബരിമല മഴ പെയ്ച്ചത് ഇടതുപക്ഷ, പമ്പയാറ്റി വെള്ളം കൂടിയത് ഇടതുപക്ഷം കാരണമാണ്, തോട്ടപ്പള്ളിയിൽ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായത് ഇടതുപക്ഷം കാരണമാണോ? ഈ കോടതിയുടെ വിധിയിലെ ഇന്നത്തെ വിധിയിലൊരു വാചകമാണ് മനുഷ്യനിർമ്മിത പ്രളയം. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? KMML എന്ന് പറയുന്ന കേരളത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനം കരിമണൽ വാരി ആ തോട്ടപ്പള്ളി സ്പിൽവേ വികസിപ്പിച്ചപ്പോൾ ചോദ്യം. പക്ഷേ പ്രധാനപ്പെട്ട ചോദ്യം, KMML-ഉം ഈ കർത്താവിൻ്റെ CMRL-മായി നേരിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ചോദ്യം. കുഴൽനാടൻ ഉത്തരമുണ്ടോ? ഇതിന് നടുക്കൊരു മധ്യസ്ഥനുണ്ടെന്ന്. ആ മധ്യസ്ഥൻ ആരാണ്? IRE. IRE എന്ന് പറഞ്ഞാൽ ആരുടെയാ? കേന്ദ്രത്തിൻ്റെ. BJP-കാർക്ക് ഉത്തരവില്ലേ? IRE-ന്ന് മാത്രമാണ് സിന്തറ്റിക് റൂട്ടയിൽ ഈ കമ്പനിക്ക് കിട്ടിയിട്ടുള്ളത്.
IRE എന്ന് പറയുന്നവർ സിന്തറ്റിക് റൂട്ടയിൽ KML കൊടുത്താൽ മോദിക്ക് ഉത്തരവാദിത്തമില്ലേ? BJP-ക്കാർക്ക് ഉത്തരവാദിത്തമില്ലേ? എന്താ കുഴൽനാടൻ മോദിക്കെതിരായിട്ട് കേസ് കൊടുക്കാത്തത്? പിണറായിക്കെതിരെ മാത്രം കേസ് കൊടുക്കുന്നത്? ശരി, ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഇന്നത്തെ ചോദ്യത്തിന് ഉത്തരം പറയണം BJP. ശരി, പ്രിന്റു അതിന് മറുപടി പറയും. ശ്രീ അനിൽകുമാർ, ഒരു ഇടവേളയ്ക്ക് ശേഷം ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.